സ്തുതിയുചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വലിയവനും ശക്തിയേറിയവനുമാകുന്നു. ഒരു വിവേകത്തിന് അന്തമില്ല. ഹോമയ്ക്ക് പാടുവീൻ, ഇന്നലത്തോളം നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഭയപ്പെടുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഉറപ്പിച്ചു യാഗത്ത് മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് അയക്കുന്നു. അവന്റെ വചനം അതിവേഗമോടുന്നു. കർശനമായി അറിയുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ യാക്കോബിന് തന്റെ വചനം ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവമക്കളായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം സംഗതിയാക്കിയല്ലോ. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കായും കർത്താവിന്റെ സ്തോത്രങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ പ്രിയ പൈതൽ മകൻ ജഫിനോട് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ ചില ആഴ്ചകൾക്ക് ശേഷം കർത്താവ് ഇടയാക്കി. തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ അംഗമിന്നുമായി കർത്താവ് എല്ലാവരെയും കാത്തു. ഒറ്റയ്ക്കായിരുന്ന ആ പ്രിയ മകനെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ കരുണയ്ക്കായി കരുതലായി നദിയോട് നമ്മുടെ അമ്മയമ്മ ശരീരത്തിൽ ബലഹീനയായിരിക്കുന്നു. കിടപ്പല്ല എങ്കിലും പൂർണ്ണ ആരോഗ്യമില്ല. അറിയുന്നത് പോലെ അടുത്ത വ്യാഴാഴ്ച ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോകാനിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു ആഴ്ച കൂടെ ദൈവത്തിന്റെ കൃപയെ ലഭിപ്പാൻ നമ്മെ എല്ലാവരെയും സംഗതിയാക്കി. കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കും. വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നാം ആരാധിക്കുന്നത്. ഇന്നലെ രാത്രി യോഗത്തിന് ശേഷം എന്താ ദൈവവചനം ചിന്തിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് വീണ്ടും ഈ സങ്കീർത്തനം ആരാധന എന്ന വിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധന എന്നത് പഠിച്ചാൽ പോരാ, അതുപോലെ ദൈവത്തെ ആരാധിക്കും. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ദേഹവും ദേഹിയുമല്ല, അവന്റെ ആത്മാവാണ്. ആത്മാവിന് ഈ ഭൂലോകത്തേക്കാൾ വിലയുണ്ടെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് ആരാധനയിൽ നാം മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മുടെ പുറത്തെ മനുഷ്യന് വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. പഞ്ചയത്തിലേക്ക് വേണ്ട പ്രവർത്തനം പുറത്തെ മനുഷ്യന് വേണ്ടിയുള്ള പ്രവർത്തനം.
ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നമ്മുടെ അകത്തെ മനുഷ്യന്റെ